ടൂർസ് ആൻഡ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ടെക്നിക്കൽ വീഡിയോ അല്ല, ഈ ചാനലിലെ ആദ്യത്തെ യാത്രാ വീഡിയോയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു കൊറോണ കാലമാണ്. ഈ കൊറോണ കാലത്ത് വലിയ പേടിയില്ലാതെ എങ്ങനെ ഒരു യാത്ര പോകാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പം നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മളുടെ യാത്ര എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീട് ജിമ്മിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ യാത്ര പുറപ്പെടുന്നത്. നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവട എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഒരു 28 കിലോമീറ്ററോളം പോയാൽ ടോപ്പ് സ്റ്റേഷനായി. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കിനും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണത്. അപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് കടക്കാനുള്ള പെർമിഷൻ കിട്ടും. അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് മൂന്നാർ ഈ വട്ടവട ടൗൺ. ആ ടൗണും കഴിഞ്ഞിട്ടുള്ള നേച്ചർ കാസലിലാണ് നമ്മളുടെ താമസം. നമ്മളിപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് എത്തിയത്. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയില്ല. കൊറോണ ആയതുകൊണ്ട് സാമൂഹിക അകലമൊക്കെ പാലിച്ചാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ അതുകൊണ്ട് തിരക്കുള്ള ഒരു സ്ഥലത്തും നമ്മൾ ഈ യാത്രയിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് 2 താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് നേച്ചർ കാസലും, 2 ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു താമസ സൗകര്യമുണ്ട് കാടിനുള്ളിൽ. അതിൻ്റെ ബുക്കിങ് അവരുടെ വട്ടവട ഫോറസ്റ്റിൻ്റെ ഓൺലൈനായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്തതല്ല ആ വീഡിയോ, അതൊരു പഴയ വീഡിയോയാണ്. അതൊരു 4 കൊല്ലം മുമ്പെടുത്ത വീഡിയോയാണ്. അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒട്ടുമിക്ക എല്ലാ വ്യൂ പോയിന്റ്സിലും തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരുടെ കൊറോണ ഭീതിയൊക്കെ മാറി ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ മൂന്നാറുണ്ട്. മൂന്നാറ് പഴയ അത്രയും ബ്ലോക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വണ്ടികളുണ്ട്. തീരെ വണ്ടിയില്ലാതെ ആളൊഴിഞ്ഞ് കിടക്കണ ഒരവസ്ഥയല്ല ഇപ്പം ഇത് നവംബർ മാസമാണ്. 2020 നവംബറാണ്. നവംബർ ഒരു പകുതി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇത്രയും തിരക്കുള്ളത്. അപ്പം അതിന് മുമ്പ് ഒക്കെ കുറവായിരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കുറവായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ പുറത്തൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല. എല്ലാ ഭക്ഷണവും ഞങ്ങൾ കരുതിയേക്കനെയാണ്. ബാക്കിയുള്ള ഭക്ഷണം ഈ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം പിന്നെ ആൾക്കാർ കൂടുതലുള്ള ഒരു സ്ഥലത്തും ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു യാത്രയാണിത്. അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണിത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. തണുപ്പ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനും പറ്റും. ഈ യാത്രയിൽ എൻ്റെ കുടുംബം ഒറ്റക്കല്ല, എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ 2 സുഹൃത്തുക്കളുടെ കുടുംബവും ഉണ്ട്. 2 സുഹൃത്തുക്കളുടെ കുടുംബവും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 3 വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഫ്രണ്ടിൽ പോണ വണ്ടി നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ ആ സുഹൃത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോടയൊക്കെ കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ആ ബാക്കിൽ വരുന്നതും ഈ കിടക്കുന്ന എൻ്റെ വണ്ടിയാണ്. ഇതും ഞങ്ങളുടെ തന്നെ വണ്ടിയാണ്. ഈ 3 വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. Everything I
ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണൊക്കെ കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തോട്ടുള്ള യാത്രയിലാണ്. ആ സമയത്താണ് ആ കോടയുള്ള സ്ഥലത്തൊക്കെ നിർത്തിയത്. ഇത് ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ചൊരു 4 കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോയാണത്. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്നുള്ള ഫോട്ടോയാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബൈസനാണ്. അപ്പം ഇത് 4 കൊല്ലം മുമ്പ് എടുത്ത ബൈസന്റെ ഒപ്പം നിന്നെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങള് ഒരു ബൈസനെ പോലും കണ്ടില്ല. ബൈസനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാട്ടിനുള്ളിൽ തന്നെ ഫോറസ്റ്റിന്റെ സ്റ്റേയിൽ നിൽക്കണതാണ് നല്ലത്. ഇത് വട്ടവട ടൗണാണ്. വട്ടവട ടൗൺ അത്യാവശ്യം വഴിക്ക് വീതി കുറവുണ്ട്. കുറേ വണ്ടികളും ഉണ്ടെന്ന് വഴി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇട്ടേക്കണം. കൊണ്ടിട്ട് അത്യാവശ്യം ഇടക്കൊന്ന് ബ്ലോക്ക് ആവും. ചെറിയ ചെറിയ ബ്ലോക്കുകൾ. വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഞങ്ങളുടെ ചെറിയ കാറുകളായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഈ ബ്ലോക്കിൽ നിന്നൊക്കെ പെട്ടെന്ന് പോരാൻ പറ്റി. അത്രേ ഉള്ളൂ. വലിയ വാഹനങ്ങളാണെങ്കിൽ പിന്നെയും കുടുങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വഴിയിൽ കൊണ്ടുവന്ന് ജീപ്പുകൾ ഓട്ടോറിക്ഷയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. വഴിക്ക് വീതി ഇല്ലാത്തത് കൊണ്ട് അത് പാർക്ക് ചെയ്തും കൂടി ഇട്ടപ്പോഴത്തേക്കിനും ഇത്തിരി കുഴപ്പമായി. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇതാണ് നമ്മുടെ നേച്ചർ കാസലിന്റെ റോഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ഇപ്പൊ കാണുന്നത്. ഈ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇത് അവരുടെ പ്രോപ്പർട്ടിയുടെ തന്നെ ഉള്ള വഴിയാണിത്. പ്രോപ്പർട്ടി തന്നെയുള്ള വഴിയാണ്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോണ ഒരു ദിവസത്തേക്ക് നമ്മളുടെ വീട്, സ്വന്തം വീട്. ഈ പോണതാണ് ബാലാമണി. പുള്ളിയാണ് അവിടുത്തെ എല്ലാം മേൽനോട്ടക്കാരൻ പുള്ളിയാണ്. ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. ഈ മരങ്ങളാണ് കംപ്ലീറ്റ്. ഈ പ്രോപ്പർട്ടിയുടെ ഫുള്ളായിട്ട് മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചേക്കണം. നിറച്ച് മരങ്ങളാണ്. ഇതാ കയറി വരുമ്പോ ഒരു വരാന്ത. ഇങ്ങോട്ട് കയറിയ ഇത് വുഡാണ് ചെയ്തേക്കണം. ഈ വുഡ് പഴയ ഏതോ ഇല്ലം പൊളിച്ചിട്ട് അതിന്റെ വുഡ് എടുത്തിട്ടാണ് അവരിത് ചെയ്തേക്കണം. ഇങ്ങോട്ട് വരുമ്പോ ഈ അറ്റത്തൊരു ബെഡ്റൂം ഉണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറിയാണ്. അതിൻ്റെ അകത്ത് 2 വലിയ ബെഡ് ഇട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്റൂമും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് താരതമ്യേന ബാക്കി 2 ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ബാത്റൂമൊക്കെ നീറ്റാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇതിൽ കൂടെ നടന്ന് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു TV ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇത് കിച്ചണാണ്. അത്യാവശ്യം സൗകര്യമുള്ള കിച്ചണാണ്. ഇവിടെ ഗ്യാസ് അടപ്പുണ്ട്, ഗ്യാസ് ഉണ്ട്, അത്യാവശ്യം പാത്രങ്ങളുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഒരു ചെറിയ ഡൈനിങ് ടേബിളും ഉണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് 2 വലിയ കട്ടിലുണ്ട്. പിന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്യാവശ്യം ക്ലിയറും ഒക്കെയാണ്. നീറ്റാണ്. പരിസരം മൊത്തം അത്യാവശ്യം നീറ്റ്നെസ് ഉള്ളതാണ്. ഇത് 2 പേരും കൂടെ ഫോട്ടോനൊക്കെ പോസ് ചെയ്ത് നിൽക്കണേണ് പുറത്ത്. ഇത്
ഇപ്പം നമ്മൾ ഈ കണ്ട ആ ഒരു ഇതല്ലാതെ ഒരെണ്ണം കൂടി ഉണ്ട്. ഈ ആ കോമ്പൗണ്ട് മൊത്തം 3.25 ഏക്കർ സ്ഥലത്താണ് ഉള്ളത്. അപ്പം ആ 3.25 ഏക്കർ സ്ഥലത്ത് 2 ഇതാണുള്ളത്. 3 ബെഡ്റൂമുള്ള 2 റിസോർട്ടുകളാണുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള, നമ്മൾ താമസിച്ചതിൻ്റെ അല്ല, മറ്റേതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ നല്ല ഭംഗിയാണ്. രണ്ടും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അടുത്ത വേറെ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അതിൻ്റെ പരിസരമാണ് ഇത്. നമ്മൾ താമസിച്ചതിൻ്റെ ഫ്രണ്ടിലാണിത്. അതിനകത്തൊരു ഊഞ്ഞാലുണ്ട്, പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. ഈ ഇവിടെയുള്ള ഇതാണ് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ താമസിച്ച ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ കോമ്പൗണ്ട് 2 വീടുണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് മറ്റേ വീടാണിത്. ഇതിനും ഇതേപോലെ 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് രാത്രി ക്യാമ്പ് ഫയർ നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഭയങ്കര തണുപ്പായിരുന്നു. മൊബൈലിൽ 12 ഡിഗ്രിയൊക്കെയാണ് രാത്രി കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. ഗ്രിൽഡ് ചിക്കൻ, ഇത് വെളുപ്പിന് 4 മണിക്ക് നമ്മൾ താമസിച്ച വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 12 ഡിഗ്രി ആയിരുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല തണുപ്പായിരുന്നു. നല്ല കോട ഉണ്ടായിരുന്നു. ഇപ്പൊ ലൈറ്റിന്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കോട. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴേ ഭയങ്കര കോട ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള സംഭവമാണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ട പുഴുങ്ങണയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ഓരോരുത്തർ പാചകത്തിൽ അവരവരുടേതായ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ കാഴ്ചയാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇതായിരുന്നു. കുറച്ച് മെൽറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് ആ കുപ്പിയിൽ കുറച്ച് ഇങ്ങനെ വെളിച്ചെണ്ണയുടെ രൂപത്തിൽ കാണുന്നത്. കട്ട പോലെ ഇരിക്കണമായിരുന്നു. അത് ഇതേപോലെ വെള്ളം ചൂടാക്കിയിട്ട് ഇതേപോലെ ധാര പോലെ ഒഴിച്ചാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തത്. ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു പോയി. മുട്ടക്കറി റെഡിയായി. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണതാണ്. ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഹാഫ് കുക്കഡ് ചപ്പാത്തി മേടിച്ചിട്ട് ചെയ്തതാണ്. ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാൻ ബ്രെഡ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായി. ഇത് രാവിലെ സാധാരണ കുളി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കണം. പക്ഷെ അവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. അപ്പൊ കുളിക്കാൻ നോക്കി എണ്ണ എടുത്തപ്പോഴുള്ള അവസ്ഥ. ഇതൊരു 9 മണി സമയമായപ്പോഴാണ് ഈ അവസ്ഥ. വെയിലുണ്ട്, വെയിലിന് അത്യാവശ്യം ചൂടുമുണ്ട്. പക്ഷെ തണലത്തോട്ട് മാറി നിന്നാലും വീടിനകത്തും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു. കുറെ നേരം വെയിലത്ത് വെച്ചിട്ടും എണ്ണ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കണം. അതൊക്കെ കഴിഞ്ഞ് ആൾക്കാർ അവിടെ ഊഞ്ഞാലാട്ടവും പിന്നെ ചെറിയ ഫുട്ബോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി.
അപ്പം പിള്ളേരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോളൊക്കെ തട്ടിയൊക്കെ കളിക്കാനൊക്കെയുള്ള പരിപാടികളായിരുന്നു. അമ്മച്ചി കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചിക്ക് ഊഞ്ഞാലാടിയിട്ട് പേടിയുമില്ല, ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും. ഇത് റവ ലഡു ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അവിടെ. ആ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഈ ഒരു ഊഞ്ഞാല് മതിയായിരുന്നു, വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും കൂടി ഇരിക്കാം. ഇതാണ് അവരുടെ അഡ്രസ്സ്. നിങ്ങൾക്കിത് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അവരുടെ നല്ല സർവീസാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലൊക്കെയാണ് അവരുടെ. നീറ്റുമാണ്, ക്ലീനുമാണ്, യാതൊരു ശല്യവും ഇല്ലാത്ത സ്ഥലവും. അവിടെ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞിട്ട്, ഉച്ചക്കത്തെ ഭക്ഷണവും ഞങ്ങൾ അവിടെ കുക്ക് ചെയ്യാനുണ്ടായത്. ആ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് ഒരു 2:30 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും 12 to 12 അവരുടെ സമയം. അതായത് നമ്മൾ ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചക്ക് 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. അപ്പം അവർക്ക് അവരുടെ അടുത്ത റൂം ബുക്ക് ചെയ്തിട്ടുള്ള അടുത്ത ആൾ വരാൻ വൈകുന്നേരം ആകും എന്നുള്ളത് കൊണ്ട് ഞങ്ങളോട് 2 മണിക്ക് മുമ്പ് ഇറങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പുറത്ത് നിന്ന് കൊടുത്തു. അപ്പോൾ അവർക്ക് റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ സൗകര്യത്തിന് എല്ലാം പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ ഏരിയയിലാണ് നമ്മളുടെ ഫോറസ്റ്റിൻ്റെ സ്റ്റേ ഉള്ളത്. ഫോറസ്റ്റ് ആൾക്കാർക്ക് ഇതാ ആ കാണുന്ന കോട്ടേജുകളായിട്ടാണ് ഫോറസ്റ്റ് കൊടുക്കുന്നത്. ഇത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട റിസോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്താണ് ഈ സാധനം. ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ നടുക്ക് തന്നെയായിട്ടാണ് ഈ സാധനം കൊണ്ട് വെച്ചേക്കണത്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ കാണാൻ കുറച്ച് സൗകര്യം ഉണ്ടാവും. ഞങ്ങളിവിടെ താമസിച്ച സമയത്ത് ബൈസനൊക്കെ ഒരുപാട്, ഒരെണ്ണത്തിനല്ല ഒരുപാട് ബൈസനൊക്കെ ഉണ്ട്. അപ്പം ഇത് പഴയ ഒരു വീഡിയോയാണ്, അത് ഈ സ്ഥലം കാണിച്ചു തരാം ഞാൻ ക്ലിയർ ആയിട്ട്. ഇതാണ് ആ കോട്ടേജ്. ഞങ്ങൾ താമസിച്ച ഇതിൻ്റെ അകത്തായിരുന്നു. ഞങ്ങൾ വന്ന വണ്ടിയാണ് കിടക്കണം, ആ റെഡ് കളറിലെ മെറൂൺ കളറിലെ ടാറ്റ മനസ. ഇതാണ് ആ ഏരിയ. ഇവിടെ ആ കാണുന്നതെല്ലാം ഫോറസ്റ്റ് കൊടുക്കണം, ഇങ്ങനെ ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് റെന്റിന് കൊടുക്കണ സ്ഥലമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വളരെ ചീപ്പാണ്, വലിയ റേറ്റ് ഒന്നുമില്ല. പിന്നെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ക്ലീൻ അല്ല. ഒന്ന് ബാത്റൂമൊക്കെ വളരെ ചെറുതാണ്. എലിയോ തുരപ്പനൊക്കെ റൂമിനകത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ പാടില്ല. പിന്നെ നമ്മൾ മറ്റേതിൻ്റെ അടുക്കള കണ്ടില്ലേ, ഈ അടുക്കളയും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഞങ്ങളുടെ അന്നും ഞങ്ങൾ കുക്കിംഗ് ആയിരുന്നു. ഇവിടെ സാധനങ്ങളൊന്നും കിട്ടില്ല. അതായത് നേച്ചർ ഗ്യാസിൽ വേണമെങ്കിൽ അവർ നമുക്ക് ഫുഡൊക്കെ ചെയ്ത് തരും. പക്ഷെ ഇത് ഇവിടെ നമുക്ക് ഫുഡൊന്നും കിട്ടൂല. നമ്മൾ ഫുഡ് വെച്ച് തന്നെ കഴിക്കണം. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇയാള് കുക്കാണ്, അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ട് കട്ട് ചെയ്യണത്. അയാള് മേസ്ക് ഷിപ്പിലെ കുക്കാണ്. അപ്പം അതിൻ്റെ കൈവഴക്കമാണ് അയാളെ കാണിച്ച് ഞങ്ങളെ കൊതിപ്പിക്കണത്. സത്യമൂർത്തി എന്നാണ് പേര്. ഇത് ഷിംലൻ ചേട്ടൻ, മറ്റേത് സുബി. ഞങ്ങളുടെ മുട്ട റെഡിയായിട്ടുണ്ട്. അന്നും മുട്ടയും ബ്രെഡും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഭക്ഷണം.
ആ അടുക്കളയും ഈ അടുക്കളയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. മറ്റേത് നല്ല നീറ്റാണ്, വിശാലമാണ്. ഇത് ഇത്തിരി ചെറുതാണ്, അത്ര നീറ്റല്ല. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പ്രകൃതി ഭംഗി കൂടുതൽ ഈ ഫോറസ്റ്റിന്റെ ഏരിയ തന്നെയാണ്. മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ റൂമിന്റെ നീറ്റ്നെസ്സും ക്വാളിറ്റിയും നോക്കുമ്പോൾ വളരെ മോശമാണ് ഫോറസ്റ്റിന്റെ. അപ്പൊ ഇത്രയും വിവരങ്ങളാണ് വട്ടവടയിൽ നിന്ന് തരാനുള്ളത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ട്രാവൽ വീഡിയോസിനും നല്ല ടെക്നിക്കൽ വീഡിയോസിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ടും അധികം വൈകാതെ തന്നെ കാണാം. താങ്ക് യു.